വെൽക്കം ടു CC. ഹിമന്യ മിസ് ആണ്. അടുത്ത മാസം സെക്ട് എക്സാം നടക്കുന്നത് എല്ലാവരും അറിഞ്ഞില്ലേ? എല്ലാവരും പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തോ? അതിനു മുന്നേ നമുക്ക് ഇവിടെയുള്ള റിസൾട്ട് എന്താണെന്ന് നോക്കാം. ദേ നോക്കൂ, നമ്മുടെ CCയിൽ ജോയിൻ ചെയ്ത് സെറ്റ് കോഴ്സ് ക്രാക്ക് ചെയ്ത ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോ അടുത്ത തവണ നിങ്ങളുടെ ഫോട്ടോവും ഇവിടെ വരണ്ടേ? അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാം. ഹിന്ദി സാഹിത്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ വലിയൊരു ഭാഗമാണ്. അതെങ്ങനെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ചെറുതായി പഠിക്കാം എന്ന് നമുക്ക് നോക്കാം. അതിന് ഒരുപാട് കോഡുകളും ഒരുപാട് ട്രിക്കുകളും ഉണ്ട്. അതിൽ ചെറിയൊരു ഭാഗം ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. നമുക്ക് ആദികാൽ നാമകരൺ എന്നുള്ള സെക്ഷൻ ഇപ്പോൾ നോക്കിയാലോ? അതെങ്ങനെ ഒരു 2 മിനിറ്റ് കൊണ്ട് ആദികാൽ നാമകരൺ എന്നുള്ള ഭാഗം കംപ്ലീറ്റ് ചെയ്യാമെന്ന് നമുക്കിപ്പോ നോക്കാം. ഓക്കെ, ഞാൻ ചെറിയൊരു മലയാളം കഥ പറയാം. ആ കഥ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാ വിദ്വാൻമാരും അവര് ആദ്യകാലിന് പറഞ്ഞ പേരുകളും എന്താണെന്ന് സിമ്പിൾ ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. മാത്രല്ല ലാസ്റ്റ് ഉള്ള ക്വസ്റ്റ്യന് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ആൻസർ ചെയ്യുകയും വേണം. നോക്കൂ, ആദികാലം ആരംഭിക്കുമ്പോൾ തന്നെ, ആരംഭിക്കുക അഥവാ പ്രാരംഭിക്കുക. ആദികാലം ആരംഭിക്കുമ്പോൾ അഥവാ പ്രാരംഭിക്കുമ്പോൾ തന്നെ ആര് വരികയാണ്? കുറച്ച് ബന്ധുക്കൾ വരികയാണ്. ബന്ധു എന്നുള്ള വേർഡിൽ നിന്നും മിശ്ര ബന്ധു എന്നുള്ള വിദ്വാന്റെ പേര് നമുക്കിവിടെ കിട്ടണം. ഇനി വരുന്ന 2 ബന്ധുക്കൾ ആരൊക്കെയാണ്? സുമൻ, മോഹൻ. 2 ബന്ധുക്കൾക്കും കോമൺ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്താണ്? 2 പേരുടെ കയ്യിലും ഒരു ചെറിയ സാധനമുണ്ട്. എന്താണത്? ആധാർ കാർഡ് എന്നുള്ള വേർഡ് ഓർത്തു വെക്കുക. എന്താണ്? സുമൻ, മോഹൻ. സുമൻ രാജെ, മോഹൻ അവസ്ഥി. ആ 2 പേരുടെ കയ്യിലും എന്താണുള്ളത്? ആധാർ കാർഡ് എന്നുള്ളത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. അപ്പോ ആധാർ കാർഡ് എന്ന് പറഞ്ഞ 2 ആൾക്കാരാണ് സുമൻ രാജെ, മോഹൻ അവസ്ഥി. ഈ ബന്ധുക്കൾ നടന്ന് എവിടത്തേക്ക് വരികയാണ്? ഒരു സ്റ്റെപ്പിന്റെ അടുത്ത് വരികയാണ്. സ്റ്റെപ്പ് എന്നുള്ളതിന് നമ്മൾക്ക് ചാരൻ എന്ന് ഓർത്തു വെക്കാം. ചാരൻ കാൽ. സ്റ്റെപ്പ് എന്നുള്ളതിൽ നിന്ന് ചാരൻ കാൽ എന്ന് ഓർത്തു വെക്കുക. ആ സ്റ്റെപ്പിന്റെ നിറം എന്താണ്? ഗ്രീൻ ആണ്. അപ്പൊ ഗ്രീൻ എന്നുള്ളതിൽ നിന്നും ഗൃഹസൻ എന്നുള്ളത് ഈ വിദ്വാൻ ഗൃഹസൻ ആണ് എന്നുള്ളത് ഓർത്തു വെക്കുക. ചാരൻ കാൽ, ഗൃഹസൻ. ഓക്കെ, ഇനിയോ രാംകുമാർ വർമ്മ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന വിദ്വാനാണ് രാംകുമാർ വർമ്മ. അപ്പോൾ അവര് അവിടെ എത്തുമ്പോഴത്തേക്കും എന്താവുന്നുണ്ട്? സന്ധി. സന്ധി എന്നുള്ള വേർഡ് എങ്ങനെ സിമ്പിൾ ആയിട്ട് ഓർപ്പിക്കാം? സന്ധ്യ എന്നുള്ള വേർഡ് ഓർത്തു വയ്ക്കുക. ആൾക്കാർ അവിടെ എത്തുമ്പോഴത്തേക്കും എന്തായി? സന്ധ്യാസമയമായി. മാത്രമല്ല എന്താണ്? അവിടെയും നമ്മൾ ഒരു വേർഡ് എക്സ്ട്രാ ഓർക്കണം. ആ സ്റ്റെപ്പ് എന്നുള്ള ഒരു ചെറിയ കോഡ് ഉണ്ടല്ലോ, അത് രാംകുമാർ വർമ്മയിലും കൂടി ഓർത്തു വെക്കുക. അപ്പൊ രാംകുമാർ വർമ്മ ആദ്യകാലിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? സന്ധികാൽ അഥവാ ചാരൻകാൽ. ഇനിയോ ആൾക്കാർ വരുന്നത് എന്തിനാണെന്ന് നോക്കാം. ആരെ കാണാനാണ്? വീർ, വീർ, വീർ. അപ്പോ വീരനായിട്ടുള്ള ഒരു വ്യക്തിയെ കാണാനാണ് വരുന്നത്. അപ്പോൾ വീർ എന്നുള്ള ഈ ഒരു കോഡിൽ നിന്ന് നമുക്ക് 3 ആൾക്കാരെ ഇവിടെ തന്നെ കിട്ടും. അതാരൊക്കെയാണ്? വീർ. വീർകാൽ എന്ന് പറഞ്ഞത് വിശ്വനാഥ് പ്രസാദ്. വീർ ഗാഥാകാൽ എന്ന് പറഞ്ഞത് രാമചന്ദ്ര ശുക്ല. പിന്നെയോ വീർകാൽ അഥവാ അപഭ്രംശകാൽ എന്ന് പറഞ്ഞത് ആരാണ്? ശ്യാം സുന്ദർ ദാസ്. ഏറ്റവും കൂടുതൽ ഹിന്ദി സാഹിത്യത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നത് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതാരാണ്? രാമചന്ദ്ര ശുക്ലജി. അപ്പൊ രാമചന്ദ്ര ശുക്ലജിയുടെ വീർ ഗാഥാകാൽ എന്നുള്ള ഈ ഒരു നാമകരണം എന്താണ്? ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓർത്തു വയ്ക്കണം. ഓക്കെ, ഇനിയോ നമ്മൾ 9ാമത്തെ വിദ്വാനിലേക്ക് കടന്നു. രാഹുൽ സാങ്കൃത്യായൻ. രാഹുൽ സാങ്കൃത്യായൻ സിദ്ധ് സാമന്ത കാൽ. അപ്പൊ നമ്മൾ ഇനി ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഇമാജിൻ ചെയ്യുക. നമ്മൾക്ക് സാമന്ത എന്നുള്ള ഹീറോയിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. രാഹുൽ സാങ്കൃത്യായൻ ആരുമായിട്ട് കണക്ട് ചെയ്യാണ്? സമന്ത എന്നുള്ള ഒരു വേർഡുമായിട്ട് കണക്ട് ചെയ്യുക. പിന്നെയോ ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം അക്രമൺ എന്നുള്ള ഒരു ടോപ്പിക്ക് എന്താണ്? എവിടെയോ കാണാം. അപ്പൊ ഈ അക്രമൺ എന്നുള്ള 2 ടോപ്പിക്കാണ് വരുന്നത്. റിപ്പീറ്റ് ചെയ്യും. സംക്രമൺ കാൽ, സംക്രാന്തി കാൽ. ആ ആക്രമണം എന്നുള്ളത് രാം, രാം, അത് കോമൺ ആണ്. പിന്നെയോ ഖേലാവൻ, പ്രസാദ്. ഇത് മാത്രമേ മാറുന്നുള്ളൂ. ഈ ഒരു സംക്രമൺ എന്നുള്ളത് റിപ്പീറ്റ് ചെയ്യും, രാം എന്നുള്ളതും റിപ്പീറ്റ് ചെയ്യും. അപ്പൊ രാം ഖേലാവൻ പാണ്ഡെ സംക്രമൺ കാൽ, രാം പ്രസാദ് മിശ്ര സംക്രാന്തി കാൽ. പിന്നെയോ ഹരീഷ്. ഈ പേര് ചെറുതായിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. ഹരീഷ് എന്ത് ചെയ്യാണ്?
ഉത്തരം ആൻസർ ചെയ്യാണ്. എല്ലാത്തിനും എന്ത് ചെയ്യാണ്? ഹരീഷ് എന്നുള്ള വ്യക്തി ആൻസർ ചെയ്യാണ്. ഏത് ഭാഷയിലാണ് ആൻസർ ചെയ്യുന്നത്? അപഭ്രംശ്. അപഭ്രംശ് എന്നുള്ള ഭാഷയിലാണ് ആര് ആൻസർ ചെയ്യുന്നത്? ഹരീഷ് എന്നുള്ള ഒരു കുട്ടി ആൻസർ ചെയ്യുന്നത്. അപ്പോ ഈ ഒരു സ്ലൈഡ് ഏത് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആലോചിക്കുക? ഒരു ചെറിയൊരു മാരേജ് ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താ? സാമന്ത ആക്രമണം ആൻസർ ചെയ്യുന്നു. സാമന്ത് ആക്രമൺ ഉത്തർ എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് ഓർത്തു വയ്ക്കുക. പിന്നെയോ ഈ അപഭ്രംശ് കാൽ നമ്മൾ ആൻസർ ചെയ്യുന്ന ഭാഷ എന്നുള്ളത് അപഭ്രംശ് ആണ് എന്നത് ഓർത്തു വെക്കുക. അപ്പൊ ഈ അപഭ്രംശ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. ആരൊക്കെയാണ്? ധീരേന്ദ്ര ബച്ചൻ. അപ്പൊ നമ്മളിവിടെ ധീരനായ കുട്ടി എന്ന് ഓർത്തു വെക്കുക. ധീരേന്ദ്ര ബച്ചൻ, ധീരനായ കുട്ടി. ഏത് ഭാഷയിലാണ് റിപ്ലൈ ചെയ്യുന്നത്? അപഭ്രംശ് എന്നുള്ള ടേം ഓർത്തു വെക്കുക. അപ്പൊ ധീരേന്ദ്ര വർമ്മ അപഭ്രംശിക്കാൽ, ബച്ചൻ സിംഗ് അപഭ്രംശിക്കാൽ, അതവിടെ ഓർത്തു വെക്കുക. ഇത്രയും സിറ്റുവേഷൻസ് കഴിയുമ്പോഴേ ഭൂദേവ് വർമ്മ, ഭൂദേവ് എന്നുള്ളതിൽ നിന്ന് ഈ ഭൂത് എന്നുള്ള വേർഡ് മാത്രം ഓർത്തു വെക്കുക. ഭൂദേവ് വർമ്മ അഭ്യുദയ്. ഇവിടെ ഒരു സാമ്യത തോന്നില്ലേ? അഭ്യുദയ്. അപ്പൊ ഭൂദേവ് വർമ്മ അഭ്യുദയ്. പിന്നെയോ ഇത്രയും ഒക്കെ സംഭവിച്ചു കഴിയുമ്പോൾ ലാസ്റ്റ് എന്ത് വരും? പൃഥ്വിരാജ് കമൽ കുലശ്രേഷ്ഠ. ഈ പൃഥ്വി മുഴുവൻ, പൃഥ്വി അഥവാ ലോകം എന്നെടുക്കുക. ഈ പൃഥ്വി മുഴുവൻ എന്ത് ചെയ്യാണ്? അന്ധകാരത്തിലേക്ക് മാറുകയാണ് എന്ന് ഓർക്കുക. ഈ പൃഥ്വി മുഴുവൻ എന്ത് ചെയ്യും? അന്ധകാറിലേക്ക് മാറും. അപ്പൊ പൃഥ്വിരാജ് കമൽ കുലശ്രേഷ്ഠ ഏതാണ്? അന്ധകാർ കാൽ. പിന്നെയോ ഇത്രയും സിറ്റുവേഷൻസ് കഴിഞ്ഞാൽ ഗണപതി ചന്ദ്രഗുപ്ത്. ഗണപതി നമ്മൾ എപ്പോഴും എന്താ? എന്ത് സാധനം പ്രാരംഭിക്കുമ്പോൾ ആരംഭിക്കുക എന്ന് ഓർത്തു വെക്കുക. ഈ ശൂന്യതയിൽ നിന്ന് പ്രാരംഭിക്കുമ്പോൾ എപ്പോഴും മാർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക? ഗണപതിയാണ് എന്ന് ഓർത്തു വെക്കുക. അപ്പൊ പ്രാരംഭിക്കാൽ, ശൂന്യകാൽ എന്നുള്ളത് ഗണപതി ചന്ദ്രഗുപ്താണ്. പിന്നെയോ മഹാവീർ പ്രസാദ് ദ്വിവേദി നമുക്കറിയാം, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. മഹാവീർ പ്രസാദ് ദ്വിവേദി. അപ്പൊ മഹത്തായ ബീജ് എന്നുള്ളത്, മഹത്തായ ബീജ് എന്നുള്ളത് ഇവിടെ കണക്ട് ചെയ്യുക. അപ്പൊ മഹാവീർ പ്രസാദ് ദ്വിവേദി ബീജ് വപൻ കാൽ, മഹത്തായ ബീജ്, അങ്ങനെയാണ് അവിടെ കണക്ട് ചെയ്യുക. പിന്നെയോ ഹസാരി പ്രസാദ് ദ്വിവേദി ഇമ്പോർട്ടന്റ് ആണ്. ആദികാൽ. അത് നമ്മൾ എന്ത് ചെയ്യുക? ഡയറക്റ്റ് ഓർത്തു വയ്ക്കുക. ആദികാൽ എന്ന് പറഞ്ഞതും ആദികാലിലെ ആദ്യത്തെ കവി അബ്ദുൾ റഹ്മാൻ ആണ് എന്ന് പറഞ്ഞതും ആരാണ്? നമ്മുടെ ഹസാരി പ്രസാദ് ദ്വിവേദിയാണ്. അപ്പൊ നമ്മൾ ഈ 3 പോയിന്റ് എന്ത് ചെയ്യുക? ഇവിടെ ഓർത്തു വയ്ക്കുക. പിന്നെയോ ഹസാരി പ്രസാദ് ദ്വിവേദി കൊടുത്ത സെയിം പേര് തന്നെയാണ് ആരെ? നഗേന്ദ്ര എന്ത് ചെയ്തിരിക്കുന്നത്? കോപ്പി ചെയ്തിരിക്കുന്നത്. അപ്പോ ആദികാൽ എന്നുള്ള പേര് തന്നെയാണ് നഗേന്ദ്രം കോപ്പി ചെയ്തത്. പിന്നെയോ ഏറ്റവും ലാസ്റ്റ് വരുന്നത് ശൈലേഷ് ജയതി. ശൈലേഷ് ജയതിയുടെ എന്താണ്? ആവിർഭാവ് കാൽ. അപ്പൊ ഇത്രയാണ് ആദികാലിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാമകരൺ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ? ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എക്സാമിന് ഷുവർ ആയിട്ട് വരുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് പറയാമോ എന്ന്. എക്സാമിന് ഏറ്റവും ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. आदिकाल को वीरगाथा काल नाम किसने कहा? ആചാര്യ രാമചന്ദ്ര ശുക്ലജിയാണ്. അപ്പോ ആദികാലിനെ വീർഗാഥാകാൽ എന്നുള്ള പേര് കൊടുത്തത് ആചാര്യ രാമചന്ദ്ര ശുക്ലജിയാണ് എന്ന് നമ്മൾ ഇവിടെ തന്നെ ഓർത്തു വെക്കണം. ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിൽ എന്ത് വേണം? 21 ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ വരും എന്ന് ഓർത്തു വെക്കുക. എന്താണ്? ആദികാൽക്കോ വീർഗാഥാകാൽ നാം, ആദികാൽക്കോ ആരംഭിക്കാൽ നാം, ആദികാൽക്കോ ആധാർകാൽ നാം, അങ്ങനെ ഏത് വേണമെങ്കിലും ആ ഒരു സെക്ഷനിൽ ചോദിക്കാം. അപ്പോഴേ എല്ലാം ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് ഈ ഒരു സ്ലൈഡിൽ നിന്ന് മനസ്സിലാവും കേട്ടോ. आदिकाल को संक्रांति काल, उत्तर अपभ्रंश काल, संक्रमण काल, अपभ्रंश काल, അങ്ങനെ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ചോദിക്കാം. നെക്സ്റ്റ് നമുക്ക് എക്സാമിന് വരുന്ന ഓപ്ഷണൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദികാൽ കോ വീർഗാഥാ കാൽ നാം കിസ്നെ ദിയാ. അപ്പോ വീർഗാഥാ കാൽ എന്നുള്ളത് ആരാണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കോഡുമായിട്ട് കണക്ട് ചെയ്തിട്ട് താഴെ കമന്റ് ചെയ്യണം. പിന്നെയോ അപഭ്രംശ് കാൽ എങ്ങനെയാ കണക്ട് ചെയ്യുക നമ്മളുടെ കോഡുമായിട്ട്? ഉത്തരം പറയുന്നു എന്നുള്ളതിന് നമ്മൾ അപഭ്രംശ ഭാഷയിലാണ് ഉത്തരം പറയുന്നത് എന്ന് കോഡിൽ കണക്ട് ചെയ്തു. ആരാണ് ഇതില് ഉത്തരം കൊടുത്തത്? അത് ആരാണ് എന്ന് ആലോചിച്ചിട്ട് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാരൻ കാൽ, ചാരൻ എന്നുള്ളത് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വേർഡ് പഠിച്ചു.
ആ വേർഡ് എന്താണ്, അതിന്റെ കളർ എന്താണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ അതാലോചിച്ചിട്ട് ചാരൻകാൽ എന്നുള്ളത് ആരാണ്, ഏത് വിദ്വാനാണ് ആ പേര് കൊടുത്തത് എന്നുള്ളത് പറയുക. പിന്നെയോ കമന്റ് ചെയ്യുക. പിന്നെയോ आदिकाल का समय किसके अनुसार वीरगाथाओं का युग माना गया. അപ്പൊ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, ക്വസ്റ്റ്യന്റെ പാറ്റേൺ മാറ്റിയിട്ടാണ് ഉള്ളത്. ആദികാൽ കാ സമയ് കിസ്കെ അനുസാർ വീർഗാഥാവും കാ യുഗ് മാനാ ഗയാ എന്നുള്ളത് സിമ്പിൾ ആണ്. നമ്മൾ ഒരു 2 തവണ പറഞ്ഞു കഴിഞ്ഞു. കമന്റ് ചെയ്യുക. പിന്നെയോ സിദ്ധ് സാമന്ത് യുഗ്. അപ്പൊ സിദ്ധ് സാമന്ത്, അപ്പൊ നമ്മൾ അവിടെ ഒരു ഹീറോയിന്റെ പേര് പഠിച്ചു. അപ്പോ ബൈഹാർട്ട് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. സിദ്ധ് സാമന്ത് എന്ന് പറയുമ്പോൾ തന്നെ ആ ഹീറോയിനെ ആലോചിക്കുക, ആൻസർ ചെയ്യുക. ബീച്ച് വപൻകാൽ, ഈ ബീച്ച് എന്നുള്ള ഒരു വേർഡ് ഏതുമായിട്ടാണ് കണക്ട് ചെയ്തത്? അപ്പൊ ആ ബീച്ച് എന്നുള്ള വേർഡ് ഏതുമായിട്ടാണ് കണക്ട് ചെയ്തത് എന്ന് ആലോചിക്കുക. 1 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഈ ആൻസറിൽ ഏതാണ് കറക്റ്റ് എന്ന് നമുക്ക് ടിക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റോ അപഭ്രംശകാൽ. ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഇവിടെ നെഹി എന്നുള്ള ഒരു വേർഡ് കാണാം. അപ്പോൾ അപഭ്രംശകാൽ എന്ന് കണ്ടത് പാടെ തന്നെ നമ്മൾ എന്ത് ചെയ്യരുത്, ആൻസർ എഴുതരുത്. അവിടെ നെഹീം എന്ന് കണ്ടാൽ എന്താണ്, നെഗറ്റീവ് മീനിങ് ആണ്. അപ്പൊ നെഹീം ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യാ, ബാക്കി ആൻസർ നോക്കിയിട്ട് ഇല്ലാത്തത് പറയാത്തത് ആരാണ് എന്നുള്ളത് കമന്റ് ചെയ്യുക. അപ്പോ സെറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടോപ്പിക് ഉണ്ട് നമുക്കറിയാം. പക്ഷെ ചെറിയ സമയം കൊണ്ട് ഒരു വലിയ ടോപ്പിക്ക് നമുക്ക് പഠിക്കാമെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായി. അതുപോലെ ചെറിയ ചെറിയ സ്റ്റോറീസിലൂടെയും ചെറിയ ചെറിയ വർക്ക്ഷീറ്റിലൂടെയും ഒക്കെ എന്താണ് നമുക്ക് വലിയൊരു ടോപ്പിക്ക് ചെറുതായിട്ട് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോ താല്പര്യമുള്ള ആൾക്കാരൊക്കെ 9746455514 എന്നുള്ള നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഇന്ന് തന്നെ നമ്മുടെ CC ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിൽ നമ്മുടെ മോക്ക് ടെസ്റ്റുകളും ക്വസ്റ്റ്യൻ ആൻസറും മാത്രമല്ല എല്ലാ കറന്റ് അഫയേഴ്സും ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, CC ലേണിംഗ് ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതിന്റെ ആൻസർ താഴെ കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. മാത്രമല്ല ഹിന്ദി പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഷെയർ ചെയ്തുകൂടി കൊടുക്കുക. താങ്ക്